ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ഇന്ന് 38-ാം ദിവസം ജനമേജയ പ്രശ്നമാണ് കേട്ടോ പറയുന്നത്. എല്ലാം കേട്ട് ജനമേജയൻ പറയാണ്, ഭഗവാൻ അങ്ങ് അംബായജ്ഞത്തെ പറ്റി പറയുകയുണ്ട്. ആരാണ് അംബ? എങ്ങനെയാണ് ആ ദേവിയുടെ ആവിർഭാവം? ആ യജ്ഞത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? എങ്ങനെയാണ് അത് നടത്തേണ്ടത്? അങ്ങ് സർവജ്ഞനായ ബ്രാഹ്മണോത്തമനായതിനാൽ ഇതെല്ലാം പറഞ്ഞു തരാൻ തികച്ചും യോഗ്യൻ തന്നെ. ബ്രഹ്മാണ്ടം എങ്ങനെയുണ്ടായി എന്നും ഞങ്ങൾക്കായി അങ്ങ് വിവരിക്കണം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികൾ സഗുണരൂപത്തിലുള്ളതായി എനിക്കറിയാം. ആ മൂവർ സ്വതന്ത്രരാണോ, അതോ അവരും ആരുടെയെങ്കിലും വരുതിയിലാണോ സ്വകർമ്മങ്ങൾ ചെയ്യുന്നത്? അവർക്ക് ആദിത്രയങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ? കാലനിബന്ധരാണോ അവർ? അവർക്ക് സന്തോഷം, സന്താപം, ഉറക്കം, മടി ഇത്യാദികളുണ്ടോ? അവരുടെ ശരീരം മനുഷ്യദേഹം പോലെ സപ്തധാതുക്കളാൽ നിർമ്മിതമാണോ? അവരെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ആയുസ് എത്രയാണ്? അവർക്ക് ഇന്ദ്രിയ ഭോഗങ്ങളുണ്ടോ? അവരുടെ വാസം എവിടെയാണ്? അവരുടെ വിഭൂതി വിശേഷങ്ങളെല്ലാം അറിയാൻ എന്നിൽ ആകാംക്ഷയുണ്ട്. ദയവായി വിവരിച്ചാലും. ഇതെല്ലാം കേട്ട വ്യാസം പറയാണ്, ബ്രഹ്മാദികളിൽ ആരിൽ നിന്നുമാണ് ഉദ്ഭവമായത് എന്ന ചോദ്യം വളരെ ഗഹനമാണ്. അതിന് ഉത്തരം നൽകുക ദുർഘടവുമാണ്. പണ്ട് നാരദ മുനിയോട് ഇതേ ചോദ്യം ഞാനും ചോദിച്ചിരുന്നു. ഗംഗാതീരത്ത് ഞാൻ ഒരിക്കൽ മഹാനായ നാരദ മുനിയെ കണ്ടുമുട്ടി. പാദനമസ്കാരം ചെയ്ത് വന്ദിച്ച ശേഷം ഞാൻ ആ മഹാത്മാവിൻ്റെ അരികിൽ ആസനസ്ഥനായി. അദ്ദേഹത്തിനോട് ഞാൻ കുശലം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ചോദിച്ചു, ഭഗവാനെ, ഈ വിസ്തൃതമായ ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ച് നിലനിർത്തുന്നതാരാണ്? എന്തിൽ നിന്നാണ് അവ ഉണ്ടായത്? അവ നിത്യങ്ങളോ അനിത്യങ്ങളോ? അതിൻ്റെ നിർമ്മിതി ഒരാളാണോ ചെയ്തത്, അതോ പലരാണോ അതിൻ്റെ പിന്നിലുള്ളത്? കർത്താവില്ലാതെ ഒരു കാര്യം ഉണ്ടാവുക എന്നത് വിരോധാഭാസമാണല്ലോ. എന്നിൽ അനേകം സംശയങ്ങൾ അലയടിക്കുന്നു. അങ്ങ് എന്നെ ആ സംശയക്കടലിൻ്റെ മറുകര കടത്തിയാലും. ജന്മനാശമില്ലാത്ത ആത്മാരാമനായ സദാശിവനായ മഹാദേവനാണിതിനു കാരണമെന്ന് ചിലർ പറയുന്നു. എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന സർവോത്മുഖനും സർവനാഥനും സർവസാക്ഷിയും സർവശക്തിയും അത്യന്തഹീനനും അവ്യക്ത ചിതാത്മാവുമായ വിഷ്ണുവാണ് പ്രപഞ്ച നിധാനമെന്ന് മറ്റു ചിലർ പറയുന്നു. നാഭി പത്മസമുദ്ഭവനായ സർവഭൂതങ്ങൾക്കും ജീവനേകുന്ന സൃഷ്ടാവായ ചതുരാനനൻ ബ്രഹ്മാവിനെയാണ് ചിലർ പ്രപഞ്ചനാഥനായി കരുതുന്നത്. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് സൂര്യനാണ് സർവനാഥനെന്നാണ്. അവർ രാവിലെയും വൈകിട്ടും സൂര്യനെ പൂജിക്കുന്നു. സഹസ്രാക്ഷനായ സോമപ്രിയൻ ദേവദേവനായ ഇന്ദ്രനെയാണ് ചിലർ പൂജിക്കുന്നത്. ചിലർ വരുണനെയും മറ്റു ചിലർ വായുവിനെയും അഗ്നിയെയും കുബേരനെയും ചന്ദ്രനെയും യമനെയും എല്ലാം പൂജിക്കുന്നു. സർവസിദ്ധിപ്രദായകനായ ഗണപതിയെയാണ് ചിലർ പൂജിക്കുന്നത്. പ്രമുഖരായ ആചാര്യന്മാരിൽ ആദിമായയായ ഭവാനീദേവിയെ പൂജിക്കുന്നു. മഹാശക്തി സ്വരൂപിണിയും നിത്യയും പ്രകൃതിയും പൂർണ്ണയും പരമപുരുഷ വിധേയയുമായ ദേവിയാണ് സർവശക്ത എന്നാണ് അവർ വാദിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയും സർവവ്യാപിനിയുമായ അമ്മ ബ്രഹ്മൈക്യം നേടിയവളാണ്. അത്യന്തമില്ലാത്ത നിർഗുണയാണെങ്കിലും സകല ജീവജാലങ്ങൾക്കും സഗുണയായി ജനനി അവളാണ്. ശൈവി, വൈഷ്ണവി, ബ്രാഹ്മി, യൈന്ത്രി, വരാഹി, വാരുണി, നരസിംഹ, മഹാലക്ഷ്മി എന്നിങ്ങനെയെല്ലാം പ്രകീർത്തിതയായിട്ടുള്ള ദേവി സംസാര വൃക്ഷത്തിൻ്റെ തായ്വേരാണ്. ഭക്തർക്ക് അഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്ന, അവർക്ക് മോക്ഷമേകുന്ന ഗുണാതീതയായ വിദ്യാസ്വരൂപിണിയാണ് ദേവി. ത്രിഗുണങ്ങളെ മഹത്വഹങ്കാര ഭാവങ്ങളാക്കി മാറ്റുന്നതും ദേവിയാണ്. നിരഞ്ജനം, നിരാകാരം, നിർലേപം, നിർഗുണം, പരം, സർവവ്യാപകം, ബ്രഹ്മം എന്നൊക്കെ വേദാന്തങ്ങൾ പറയുന്നത് ഇവളെയാണ്. തേജസ്സിന്റെ ഉറവിടമായ പരമപുരുഷനാണിതെന്ന് പറയുന്ന വേദവാദികളുമുണ്ട്. സഹസ്രാക്ഷനും സഹസ്രശീർഷനും സഹസ്രബാഹുവുമായ പരമപുരുഷനായി ആകാശം പാദമാക്കിയ വിഷ്ണുവാണതെന്നും ചിലർ പറയുന്നു. പരമപ്രശാന്തമായ ആ വിരാട്ടിൽ രജസ്സില്ല. ജഗത്തിൻ്റെ കാരണമായി പുരുഷോത്തമനെ ചിലർ സ്തുതിക്കുന്നു. എന്നാൽ യാതൊരു വിധത്തിലും പ്രഭുവായ ഒരു ഈശ്വരൻ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ശഠിക്കുന്നവരുമുണ്ട്. ചിന്തകൾക്ക് വഴങ്ങാത്തതാണ് ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി കാരണങ്ങൾ എന്നതാണ് മറ്റു ചിലരുടെ പക്ഷം. പ്രപഞ്ചം തന്നെയാണ് സത്ത്. അതിനായി മറ്റൊരു ഈശ്വരനില്ല. തനിയെ ഉദ്ഭൂതമായ ഈ ജഗത്തിന് ആരുടെയെങ്കിലും മേൽ കർത്തൃത്വം ആരോപിക്കുന്നതിൽ അർത്ഥമില്ല. പ്രകൃതി പോലും ജഗത്തിൻ്റെ കർത്താവാണ്.
കപിലൻ മുതലായ മുനിമാർ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. എന്നിൽ സംശയങ്ങൾ അനേകമുണ്ട്. ധർമ്മം എന്നാൽ എന്ത്, അധർമ്മം എന്നാൽ എന്ത്, അവയുടെ ലക്ഷണങ്ങളോ, സത്വത്തിൽ നിന്നും ഉണ്ടായ ദേവന്മാരും മറ്റും അധർമ്മികരായ അസുരന്മാരുടെ പീഡനങ്ങൾക്ക് വിധേയരാകാൻ കാരണമെന്ത്, സദ്വൃദ്ധരായ പാണ്ഡവർ എന്തിനാണിത്രയധികം ദുഃഖം അനുഭവിക്കുന്നത്, ധർമ്മവ്യവസ്ഥയെപ്പറ്റി എനിക്കൊക്കെ സംശയം തോന്നുന്നു. എൻ്റെ ഈ സന്ദേഹങ്ങളെ തീർക്കാൻ അങ്ങേക്ക് കഴിയും. സംസാരക്കടലിൽ ഒരെത്തും പിടിയുമില്ലാതെ വലിയുന്ന എന്നെ ജ്ഞാനനൗകയിലേക്ക് കൈപിടിച്ചു കയറ്റാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഈ ചോദ്യങ്ങളോട് കൂടിയിട്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അടുത്ത ദിവസം വിമാനഗമനാണ് കേൾക്കാൻ പോണത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.